ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞ് സുപ്രീം കോടതി. 2 ആഴ്ചത്തേക്കാണ് സിദ്ദിഖിന് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം. കേസിൽ സംസ്ഥാന സർക്കാരിനും അതിജീവിതയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. മുൻകൂർ ജാമ്യം തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെയാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് അഭിഭാഷകൻ പറഞ്ഞു. അറസ്റ്റ് തടഞ്ഞുള്ള സുപ്രീം കോടതി ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയ ശേഷമായിരിക്കും ഹാജരാവുക. വിശദാംശങ്ങളുമായി ഇപ്പോൾ വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നു സുപ്രീം കോടതി. എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഉന്മേഷ, ഇനി സിദ്ദിഖിന് ഒരാശങ്കകളുമില്ലാതെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാം. അത് എത്രയും പെട്ടെന്നുണ്ടാകുമെന്നാണ് അഭിഭാഷകനിൽ നിന്ന് ലഭ്യമായ വിവരം. അഭിഭാഷകനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ വിധിപ്പകർപ്പ് ലഭ്യമായ ശേഷം അതിൽ എന്തെല്ലാം വ്യവസ്ഥകളാണ് പറഞ്ഞിരിക്കുന്നത് എന്നെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ഒരു തീയതി എടുത്ത് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകുക. അത് സ്വാഭാവികമായും തിരുവനന്തപുരത്തായിരിക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. കാരണം കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഈ ക്രൈംബ്രാഞ്ച് SP ആണ് കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപിൽ തിരുവനന്തപുരത്ത് ഹാജരാകുമെന്നാണ് പ്രാഥമികമായ വിവരം. പക്ഷേ മറ്റൊരു സാധ്യതയുള്ളത് എറണാകുളത്ത് തന്നെ ഈ ടീം തുടരുന്നുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ എറണാകുളത്തെ ഈ ടീമിന് മുൻപിൽ ഹാജരാകാനുള്ള സാധ്യത, പക്ഷേ അത് വളരെ വിരളമാണ്. തിരുവനന്തപുരത്താണ് മോസ്റ്റ് പ്രോബബിൾ സാധ്യത പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അന്വേഷണത്തോട് പൂർണ്ണമായും സിദ്ദിഖ് സഹകരിക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഒരു തരത്തിലുള്ള ഈ ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കാനുള്ള നടപടിയിലേക്കും കടക്കില്ല. എന്താണ് തനിക്ക് പറയാനുള്ളതെന്ന് സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുൻപിൽ വ്യക്തമാക്കും. പ്രത്യേകിച്ച് കോടതിയിലടക്കം സിദ്ദിഖ് പറഞ്ഞത് അമ്മയുടെയും WCCയുടെയും തർക്കത്തിൻ്റെ ഇരയാണ് താൻ എന്നൊരു വാദം സിദ്ദിഖ് മുന്നോട്ട് വെച്ചിരുന്നു. അത് അടക്കം സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുൻപിൽ വ്യക്തമാക്കും. 2 ആഴ്ചത്തേക്ക് നോട്ട് ടു അറസ്റ്റ് ആണെങ്കിൽ പോലും സിദ്ദിഖിന്റെ അഭിഭാഷക സംഘം വലിയ പ്രതീക്ഷയിലാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് എടുക്കുമ്പോൾ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിക്കുമെന്ന ആത്മവിശ്വാസം അവർ പങ്കുവെക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ചില പരാമർശങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് 8 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു പരാതി വരുന്നത്. എന്തുകൊണ്ട് വൈകി എന്ന് സുപ്രീം കോടതി തന്നെ സർക്കാരിനോടും അതോടൊപ്പം ഈ അതിജീവിതയുടെ അഭിഭാഷകരോടും ചോദിച്ചിരുന്നു. അത് അന്വേഷണ സംഘത്തിന് ഈ സിദ്ദിഖിന്റെ അഭിഭാഷക സംഘത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ നോട്ട് ടു അറസ്റ്റിലേക്ക് വഴിവെച്ചതെന്നും അഭിഭാഷക സംഘം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ഒരു മുൻകൂർ ജാമ്യം തന്നെ സിദ്ദിഖിന് ലഭ്യമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അഭിഭാഷകർ ഉള്ളത്. വിഷ്ണു സുരേഷ്, കൊച്ചിയിൽ നിന്ന്.